ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലെ സ്വന്തം മാതള നാരങ്ങ പറിക്കാൻ പോവാണ്. ദേ എല്ലാരും ഉണ്ട്. ഹായ് പറ. ഹായ് പറഞ്ഞു കുഞ്ഞാട്ടെ. അമ്മയ്ക്ക് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? പറയൂ. അയ്യോ, നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അത് പറിച്ചെടുക്കതേ മാതള നാരങ്ങ പൊട്ടിക്കിടക്കുക, അതൊന്ന് പറിച്ചെടുക്കാമെന്നുള്ള. യെസ് ഗായ്സ്, അമ്മ വെച്ചിട്ടുള്ള മാതളമാണ്. അപ്പം അത് നമ്മൾക്ക് വർഷാവർഷം പൂക്കുന്നും കായ്ക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല സംഭവം. പൊട്ടിക്കീറി അങ്ങ് പോവുകയാണ് സംഭവം. കുറച്ച് കളറൊക്കെ കുറവാണ്. നിങ്ങൾ എന്തായാലും ഞാൻ കാണിക്കാം. ഇതേണ്ടേ ഒരാളിത് എല്ലാവരും ഇന്ന് ചുമലാണ് കേട്ടോ. മീന് മാത്രമേ ബ്ലാക്ക് ഉള്ളൂ. മീനും കൊച്ചു. യെസ് ഗായ്സ്, അപ്പം നമുക്ക് എന്തായാലും പറിക്കാൻ പോവാം. എൻ്റെ മോനെ, ഇതേണ്ട നമ്മുടെ മാതളനാര ഇവിടെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. മൊത്തത്തിൽ നമുക്ക് ഏലമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കൃഷി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഏലമാണ് കേട്ടോ. ഏലം, കാപ്പി, കുരുമുളക്, ഇത്രയും സംഭവങ്ങളുണ്ട്. നമ്മളിത് ആ വഴിയിൽ നിന്ന് വേണം ഇറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് കയറാം. അയ്യോ, മാതളം പറിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. നമുക്ക് മാതളം നോക്കാം. മാതളം പറിച്ചു. ഓ, ഞാൻ പറിച്ചോളൂ, പൊട്ടി പോവാതെ. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഈ മാതളങ്ങ പറിച്ചു പോയി ഗായ്സ്. എന്നാ ചെയ്യാനാ? ഇതാണ് നമ്മുടെ മാതളം മരം. ഇതാണ്ട സംഭവം ഇതാണ് കേട്ടോ. ഇതേണ്ടേ നമ്മുടെ മാതളങ്ങ കാണണമെങ്കിൽ കണ്ടോ. ഹലോ ഗായ്സ്, അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് നിങ്ങളോട് പറയാനുണ്ട്. അത് നിങ്ങൾ കേൾക്കണം, എന്നിട്ട് സജസ്റ്റ് ചെയ്യണം. എന്നാ അമ്മ പറ. അല്ല ഗായ്സ്, ഞാൻ ഇവിടെ എല്ലാ കൃഷി തന്നെ എനിക്കുണ്ട്. മുന്തിരി ഇല്ല, അത് ഞാൻ നട്ടതായിരുന്നു, പക്ഷേങ്കിൽ അത് പോയി. പക്ഷേങ്കിൽ ഇത് ഈ നമ്മളെല്ലാം കൃഷി ചെയ്യും. മാതളം നിറഞ്ഞ ഇത് ഉണ്ടായി കഴിഞ്ഞു കുറച്ച് 2-3 മാസം കഴിയുമ്പോഴത്തേനും അതുകൊണ്ടല്ലോ ഇത് പൊട്ടി വിണ്ട് കീറിപ്പോവും. അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. അത്രേ എനിക്ക് പറയാം. അമ്മ മൈക്കൊക്കെ പിടിച്ച് രാവിലെ കഥാപ്രസംഗം നടത്തിയിരിക്കുകയാണ്. കഥാപ്രസംഗത്തിന് ഉത്തരം തരണം. അതെ, നിങ്ങൾ ഇനി അതിന് ഉത്തരം കൊടുക്കുക. ഇതാണ് നമ്മുടെ മാതളം. അതിന്റെ ഏറ്റവും മണ്ടയിലാണ്, ടോപ്പിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഒരു 5-6 കൂടെ ഉണ്ട്, പക്ഷെ അതൊന്നും മൂത്തിട്ടില്ല. ഇതാണ് നമ്മുടെ മാതള നാരങ്ങ. ഇപ്പൊ ഞാൻ മൈക്ക് ഒന്ന് കുത്തി വെച്ചാണ്. രണ്ടാം മോനെ കണ്ടോ. യാ, റെഡായത് അകത്ത് റെഡ് ഉണ്ട്, പക്ഷെ ഇത് 2 കീറിപ്പോയല്ലോ. സെറ്റ്. ഇനി നമുക്കിത് പൊളിച്ച് കഴിക്കാം. യാ, അതെ, ഇതേണ്ടേ കൊച്ചിന് കൊടുക്കാൻ പോവാണ്. പറയൂ കുഞ്ഞാവ നോക്കുകയാണ്. യാ, ഇന്ന് എല്ലാരും രാവിലെ തന്നെ കാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുവാണ് വ്ലോഗ് എടുക്കാൻ വേണ്ടി. ഇനി അടുത്ത ചക്ക പറിക്കുന്ന വ്ലോഗ് ആകാൻ അമ്മ പറയുന്നത്. നമുക്ക് എന്താണ് അമ്മയുടെ അഭിപ്രായം ചോദിക്കാം. എന്താണ് പറയൂ. ഇത് ആദ്യം തന്നെ പൊളിച്ച് തിന്ന് നോക്കുന്നതാണ്. അത് അതിന്റെ മണ്ടലും ഇവിടെ ഒരെണ്ണമുണ്ട്. ഇനി എവിടെ കിടക്കുന്നു? ഒരെണ്ണം കൂടെ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു. ഞാനാണ് ഇത് ആദ്യമായിട്ട് കണ്ടത്. ഇത് 2-3 ദിവസമായി പറിക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇതുവരെ പറിക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും അതേണ്ട ഒരെണ്ണം ഇതേണ്ട ഗൈസ്, ഒരെണ്ണം പൊട്ടാറായി. പൊട്ടി. അതെ അതെ അതെ, അത് കണ്ടോ പൊട്ടി നിക്കുന്നത്. അമ്മ ഇപ്പൊ വകഞ്ഞ് മാറ്റിയില്ലേ? ആ, അത് തന്നെ. അങ്ങോട്ട് കയറിക്കേ. ഇങ്ങോട്ട് അവിടെ കയറ്റ. അത് തന്നെ. അയ്യോ, നമ്മളെ രണ്ടാമത്തെ മാതള നാരങ്ങ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. പക്ഷെ സംഭവം വർത്തയോ ഇല്ലയോ നമുക്ക് നോക്കാം. സംഭവം സെറ്റാ കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതേ പഴുത്തിരിപ്പുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഇതെല്ലാം പഴുതാ. അതിൻ്റെ തുറങ്ങളുണ്ട്, ഞാൻ കണ്ടത്. അങ്ങനെ നമുക്കിത് 2 കിട്ടിയിരിക്കണം. 2 കുഞ്ഞാറ്റേ, എന്താണ് ഈ നിമിഷത്തിൽ നിനക്ക് പറയുവാനുള്ളത്? പറയൂ. ചേട്ടോട് കൊച്ചിന് ഇപ്പൊ മാതള നാരങ്ങ കിട്ടുന്നത്. ഇനി അവിടെ കൂടെ ഒന്നും കൂടെ ഉണ്ട്. ഞാൻ രാവിലെ കണ്ടാണല്ലോ. ഗായ്സ്, അപ്പൊ നമ്മുടെ 3ാമത്തെ മാതള നാരങ്ങ ഇതാ പറിക്കാൻ പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കൊണ്ടുവന്ന് പറയണം കേട്ടോ. നമ്മൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. മാതള നാരങ്ങ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഈ കച്ചറ പുച്ചറ എല്ലാ സാധനങ്ങളും ഉണ്ട്, കൊക്കോ എല്ലാ സാധനങ്ങളും ഉണ്ട്. അയ്യോ, ഇതാണ്ടേ ഇവരൊക്കെയാണ് പറിക്കുന്നത്. ഇതാണ് മദർ. നമ്മുടെ മദർ പറിച്ചുകൊണ്ടിരിക്കുവാണ് ഗായ്സ്. അയ്യോ, എന്റെ പൊന്നോ, ഇപ്പൊ തലയിലേക്ക് ഈ സാധനം ഇട്ടേനെ ഇവര്.
നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് മാതള നാരങ്ങ ഇഷ്ടപ്പെട്ടാക്കുവാണ്. ഞാൻ മാതളം മാതളം എന്ന് പറഞ്ഞേ, മാതളം എന്ന് പറയാ. അതെ, കൊച്ചു അതിൻ്റെ അകത്ത് എടുത്ത് തിന്നുവാ. ഏതാ അതായിട്ടില്ല, അതാവുന്നതേ ഉള്ളൂ. നമ്മുടെ അങ്ങനെ സാർ ഇതേ കൊണ്ടുവരുവാണ്. ഇവിടെ ഒരാളിങ്ങനെ ഡാൻസ് കളിക്കുവാണ്. ഞാൻ വീഡിയോ പിടിക്കുവാണ്. നമുക്കപ്പം വാ, എവിടെ നമ്മൾ ചെയ്യുന്നത് അവിടെ പോയിട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ വീട്ടിലേക്ക് കയറുവാണ് കേട്ടോ. വീടിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ ഈ മരം നിൽക്കുന്നത്, മാതള മരം കണ്ടോ. അത് മണ്ടലേക്ക് പോയിട്ട് അവിടെ നിപ്പുണ്ട് സംഭവം കണ്ടല്ലോ. കണ്ട ഇവിടെ നിന്ന് ഒരാള് രാഗം വെച്ച് തുടങ്ങി, കൊടുക്കാത്തോണ്ട്. മോനെ നമ്മുടെ ഇതേണ്ട മാതള നാരങ്ങ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. മീനുമാണ് ഇവിടെ റെഡി ആക്കുന്നത്. അതിന്റെ പേരെന്നാടാ? അതിന്റെ പേരെന്നാ? മാതളം എന്ന് പറഞ്ഞേ, മാതളം എന്ന് പറഞ്ഞേ. ഇതൊക്കെ സൂപ്പറാന്ന് പറഞ്ഞേ. നല്ല മധുരമാണേ. അതിന് തിന്നോ അമ്മ? തിന്നോ? ഞാന് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് ചെറുതായിട്ടൊരു മധുരം ഉള്ളായിരുന്നു. പക്ഷെ ഭയങ്കര കട്ടി കേട്ടോ ഇതിന്റെ സംഭവത്തിന്. ഇതേ ഞാനും അടുത്ത കഴിക്കട്ടെ. പക്ഷെ ഇതിന് വേണ്ട നമ്മുടെ മാതള നാരങ്ങ. ഇതേണ്ട നമ്മുടെ മാതള നാരങ്ങ നിങ്ങൾക്ക് എത്രത്തോളം ഇതാട്ടെ കണ്ടല്ലോ. ഇനി ഇത് നമ്മള് വാഴയ്ക്ക് ഇടണം. സൂപ്പറാ. അത്ര മധുരമൊന്നുമില്ല, എന്നാലും മധുരമുണ്ട്. നല്ല മധുരമൊന്നും ഇല്ല. കടയിൽ നിന്ന് മേടിക്കുന്നതിന്റെ അത്ര മധുരമില്ല. അതാ ഞാൻ പറഞ്ഞ, കടയിൽ നിന്ന് മേടിക്കുന്നതിന്റെ മധുരം കടയത്തെ മധുരമില്ല. ഞാൻ ഒരു പിടി, ഇന്നേക്ക് ഒരു പിടി, ഒരു പൊടി എല്ലാരും വാങ്ങോ. കുഞ്ഞു പെണ്ണു കൊടുക്കട്ടെ. വല്ലപ്പോഴും കിട്ടുന്നുള്ളതിന് നല്ല സാധനമാണ് കിട്ടുന്നത്. ഏറ്റവും നല്ല സാധനം കേട്ടോ ഇതാ നമ്മുടെ മാതളം. താങ്കോട്ടെ. അയ്യോ കയ്പ്. നിങ്ങൾ എന്നാ തൊലി തിന്ന് നോക്ക്. അയ്യോ കയ്പ്. തൊലി കൂട്ടിട്ടാ തൊലി തിന്നിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് ഈ ചെറുതായിട്ടൊരു സംഭവം ഉണ്ടേ. ആ സംഭവം കയ്പായിട്ട് വയ്യ. തൊണ്ടല്ല അരി. അമ്മ ഇതില്ലേ ഈ സംഭവം ചെറുതാ പറഞ്ഞേ, അതിന് കയ്പാ. അത് തിന്നണം, നല്ലതാ. അതിന്റെ ഇടയ്ക്ക് എന്റെ മൂക്ക് ഒരു മാതള നാരങ്ങ ഉള്ളിലേക്ക് ദാണ്ട ഒരാള് മാതള നാരങ്ങ തിന്നിരിക്കുകയാണ് രാവിലെ തന്നെ. പ്രോട്ടീൻ തിന്നിരിക്കുവാണ്. ഈ പ്രാവശ്യം ഇത് മൊത്തം നമുക്ക് കിട്ടി. പൊട്ടിയാലും കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഉണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്ന. അതെ, ഒന്നും നമുക്ക് രാവിലെ മൂക്ക് ചോറിഞ്ഞു നമ്മുടെ മൂക്ക് ചുമന്ന് പോയി. എനിക്കൊന്നും കിട്ടുന്നില്ല, വീഡിയോ പിടിക്കുന്നതുകൊണ്ട്. അതെടുത്ത് മുറിച്ച് നോക്കാം. ഇതെല്ലാം മടി ഇരിക്കുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മാതള നാരങ്ങ മുറിക്കാൻ പോവാണ്. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഇത് പൊട്ടിയിട്ടില്ല. സംഭവം പൊളിച്ചു നോക്കാൻ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഇത് മിക്കവാറും ഇതിന്റെ അകം ചുമന്നായിരിക്കില്ല. മുറിച്ചപ്പോ തന്നെ വിണ്ട് കയറി. നല്ല വെള്ള കളറ്. ഞാൻ പറഞ്ഞില്ല ഇതിന് വെള്ള കളർ അയക്കുന്നു. അല്ല, പക്ഷെ ഇതിനൊരു പുളി ഉണ്ടായിരിക്കും. ഇത് മൂത്തതൊക്കെ തന്നെയാ കണ്ടില്ലേ. ഇതാണ് സംഭവം. നിക്കണമായിരുന്നു. ആടിനെ ശരിയല്ല ഇത് ശരിയല്ല. മറ്റേത് നല്ല മധുരമായിരുന്നു. കണ്ട നിങ്ങൾ പറിക്കണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞ. അയ്യോ
അയ്യോ കാഞ്ഞിരം ഇവരൊരു വൃത്തികെട്ട നാറ്റോ. ഓ നാറ്റമൊന്നുമില്ല ഇപ്പൊ. നോക്ക് ഈ നാറ്റം നോക്ക്. മണമൊന്നുമില്ല പോണേ. എടി ഇത് നാറ്റം ഉണ്ടോ ഇല്ലയോ? നല്ല സുഗന്ധം, നല്ല മണമാ. അമ്മ അറിയാം ഇതിന് നാറ്റം. പച്ചമണമാ. ആ അതെ പച്ചമണം. പച്ചമണമാ. ഇവർക്കൊക്കെ ഇത് നാറ്റമെന്ന് പറയും. ഇത് പച്ചമണോ. ഇത് വിളഞ്ഞു വരുന്നുള്ളൂ. ഇത് പഴുത്ത ഇപ്പൊ പഴുക്കുമ്പോ പൊട്ടുവാ ഇത്. ഈ നല്ലത് എടുത്ത് വെച്ചിരിക്കുക. ഞാറ്റ അത് രണ്ടും കൊള്ളാം. അത് വിളഞ്ഞ് പഴുത്ത് പൊട്ടിയതാ. ഇതാണ് ഗൈസ് നമ്മുടെ മാതള നാരങ്ങ എന്ന് പറയുന്നത്. ഇവിടെ മറ്റേ സെറ്റപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. കൊട്ടി കൊട്ടി ഇങ്ങനെയാണ് മാതളം എടുക്കുന്നത്. കണ്ടോ? ആ പോയി. കുഞ്ഞിന് വേണോന്ന്. കുഞ്ഞിന് അങ്ങനെ ഇങ്ങനെ പീച്ച് ഇങ്ങനെ കുരു ഇങ്ങോട്ട് എടുക്കണം. കുഞ്ഞിന് കൊടുക്കാൻ പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. പട്ടിയുടെ പോകത്തു. അയ്യോ തുപ്പി. ശരിയല്ലല്ലോ. ഒറിജിനൽ നാച്ചുറൽ ഹോംമേഡ്. എന്നതാന്നാ ചോദിക്കുന്നത് കൊച്ച്. ഹോംമേഡ് ഓർമ്മയുടെ നിങ്ങൾ തന്നെ തിന്നാ മതി എന്നാ പറയുന്നത്. ഹോംമേഡ് തിന്നടി അങ്ങോട്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ പറഞ്ഞേ. ഓക്കെ ഡബിൾ ഓക്കെ. ഞാൻ ഇങ്ങോട്ട് ചെന്നേ. ആ നിക്കർ ഊരി കാണിച്ചോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.